വെൽക്കം ടു സയൻസ് ടോക്സ്. ഇന്നത്തെ ക്ലാസ്സിൽ അലീൽസിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ജനറ്റിക്സിൻ്റെ ഒരു ടോപ്പിക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ജീനും ക്രോമസോമും തമ്മിൽ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരെല്ലാവരും അത് കാണുക. ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അലീൽസ് എന്താണ് അലീൽസ് എന്നാണ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. അലീൽസിനൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് എ ജീൻ ദാറ്റ് ക്യാൻ ഒക്യുപ്പൈ എ സ്പെസിഫിക് ലൊക്കേഷൻ ഓൺ എ ക്രോമസോം. നമുക്കറിയാം ക്രോമസോമും ജീനും എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രോമസോമിൻ്റെ ഒരു സെഗ്മെൻറ്റിനാണ് ജീൻ എന്ന് പറയുന്നത്. ആ ജീനിൻ്റെ ആൾട്ടർനേറ്റീവ് ഫോം, ഒരു സെയിം ജീനിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഫോമിനെയാണ് നമ്മൾ അലീൽസ് എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ പറയാം. ക്രോമസോമിലുള്ള ഒരു കുറേ സെഗ്മെൻറ്റ്സ് ഉണ്ട്. ആ ഓരോ സെഗ്മെൻറ്റ്സിനെ നമ്മൾ ജീൻസ് എന്ന് പറയും. ആ ജീനിൻ്റെ പല ഫോം, ഒരു സെയിം ജീനിൻ്റെ ഡിഫറെൻറ്റ് ഫോമിനെയാണ് അലീൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിളൊക്കെ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ 2 ഫ്ലവേഴ്സ് ഉണ്ട്. ഒരു വൈറ്റ് പെറ്റൽസ് ഉള്ള ഫ്ലവേഴ്സും ഉണ്ട്, റെഡ് പെറ്റലുള്ള ഫ്ലവറും ഉണ്ട്. നമുക്ക് അറിയാം ജീനാണ് നമ്മളുടെ കളറ്, നമ്മുടെ കണ്ണിൻ്റെ കളറിനെ, അങ്ങനെ പല കളറിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ ജീനാണ്. അപ്പോൾ ഇവിടെ വൈറ്റ് കളറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീനും ഉണ്ടാകും, റെഡ് കളറിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ റെഡ് കളറിന് കാരണമാകുന്ന ഒരു ജീനും ഉണ്ടാകും. ആ ഒരു ജീനിൽ 2 അലീൽസ് കാണുന്നുണ്ട്. വൈറ്റ് കളർ എടുക്കാം നമുക്ക്. വൈറ്റ് കളറിനെ കോഡ് ചെയ്യുന്ന ജീനിലുള്ള അലീൽസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ W, സ്മോൾ w ആയിട്ട് നമ്മൾ കണക്കൂട്ടാം. വൈറ്റ് കളറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വൈറ്റ് കളറിന് കാരണമാകുന്ന ജീന്, ആ ജീനിൽ തന്നെ 2 അലീൽസ് ഉണ്ടാവും. എ പെയർ ഓഫ് അലീൽസ് എന്നാണ് പറയുക. അതൊന്ന് ക്യാപിറ്റൽ W, സ്മോൾ w. ഇനിയോ റെഡ് ആണെങ്കിലോ, റെഡിലുള്ളതാണ് 2 അലീൽസ്. റെഡ് കളറിന് കാരണമാകുന്ന ജീനിൽ കാണുന്ന 2 അലീൽസാണ് ക്യാപിറ്റൽ R, സ്മോൾ r. അപ്പോൾ നമ്മൾ അലീൽസ് എന്ന് പറയുമ്പം ഒരു ജീനിൽ തന്നെ 2 അലീൽസ് ഉണ്ടാകും. അത് ഇത്ര വരെ മനസ്സിലായി കാണും. ഇനി ഇതിൽ ഡോമിനൻ്റ്, റെസസീവ് എന്നൊക്കെ കാണുന്നുണ്ട്. നമ്മൾ എന്താണ് ഡോമിനൻ്റ്, എന്താണ് റെസസീവ് എന്നൊക്കെ വരുന്ന സ്ലൈഡ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എടുക്കാം. എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് കളർ വെച്ച് കാണിച്ചതാണ്. ജീനാണ് നമ്മുടെ കളറിനെയും ഓരോ പെക്യുലാരിറ്റീസിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ജീനിൻ്റെ ഉള്ളിൽ 2 അലീൽസ് ഉണ്ടാകും. ഇനി അലീൽസിൻ്റെ ടൈപ്പ്. അപ്പോൾ നമ്മൾ അലീൽസ് എന്ന പേര് പറയുമ്പം ഹോമോസൈഗസ് അലീൽ എന്നും ഹെട്രോസൈഗസ് അലീൽ എന്നൊക്കെ പറയും. ഡോമിനൻ്റ് അലീൽ, റെസസീവ് അലീലൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം എന്താണ് ഹോമോസൈഗസ്, എന്താണ് ഹെട്രോസൈഗസ് എന്ന് പഠിക്കാം. നമ്മൾ അലീൽസ് എന്ന് പറയുന്നത് ജീനിൻ്റെ ഐഡൻറ്റിക്കൽ ജീനിൻ്റെ കോപ്പീസാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ കോപ്പീസ് എന്ന് പറയുന്നത് ഐഡൻറ്റിക്കൽ കോപ്പീസ് ആണെങ്കിൽ അതിനെ ഹോമോസൈഗസ് എന്നും, ഡിഫറെൻറ്റ് കോപ്പീസ് ആണെങ്കിൽ അതിനെ ഹെട്രോസൈഗസ് എന്നുമാണ് പറയാം. അതായത് സപ്പോസ് ഫസ്റ്റത്തെ പിക്ചറിലോട്ട് നോക്കിയാൽ അതിലെന്താ നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ലെറ്റർ വെച്ചിട്ടാണ് അലീൽസിനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പം ഒരു ക്രോമസോമിൽ ഒരു സെഗ്മെൻ്റ് ആയിട്ടുള്ള ജീനുണ്ട്, ബി ജീനാണ്. ആ ബി ജീനിൽ 2 അലീൽസ് ഉണ്ട്. ക്യാപിറ്റൽ ബിയും ഉണ്ട്, സ്മോൾ ബിയും ഉണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ബി രണ്ടും സെയിം ടൈപ്പ് ആണെങ്കിൽ അതിനാണ് ഹോമോസൈഗസ് എന്ന് പറയുന്നത്. ഒന്നുകിൽ സ്മോൾ ബി അല്ലെങ്കിൽ ക്യാപിറ്റൽ ബി. നേരെ തിരിച്ച് ഹെട്രോസൈഗസ് ആണെങ്കിൽ, ഹെട്രോ എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് ഡിഫറെൻ്റ് ആണെന്നാണ് അല്ലേ. അപ്പം ഓരോ പാരൻറ്റിൽ നിന്നും ഡിഫറെൻ്റ് അലീൽസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അതായത് ഒന്നിക്കൽ പാരൻറ്റ് ക്യാപിറ്റൽ ബിയും, ഒരു പാരൻറ്റ് ക്യാപിറ്റൽ ബി, മറ്റേ പാരൻ്റ് ആണെങ്കിൽ സ്മോൾ ബി ആണെങ്കിൽ സ്മോൾ ബി ഒരു പാരൻറ്റിൽ നിന്ന്, ക്യാപിറ്റൽ ബി ഒരാളിൽ നിന്നാണ് വരിക. അതാണ് പറഞ്ഞത്. ഡിഫറെൻറ്റ് പാരൻറ്റിൽ നിന്ന് ഡിഫറെൻറ്റ് അലീൽസാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അത് ഹെട്രോസൈഗസ് ആയിരിക്കും. ഇപ്പോൾ പിക്ചറിൽ നോക്കിയാൽ മതി, ഒന്ന് ക്യാപിറ്റൽ ബിയും ഒന്ന് സ്മോൾ ബിയും. മറ്റേ ക്രോമസോമിലാണെങ്കിലോ ഒരു സ്മോൾ ബി ഒരു ക്യാപിറ്റൽ ബി. അങ്ങനെ രണ്ടും ഡിഫറെൻറ്റ് അലീൽസ് ആണെങ്കിൽ ഹെട്രോസൈഗസ് എന്നും, രണ്ടും സെയിം അലീലാണെങ്കിൽ അതിനെ ഹോമോസൈഗസ് എന്നും നമ്മൾ പറയാം. ഇനി എന്താണ് ഡോമിനൻ്റ് അലീൽ, റെസസീവ് അലീൽ? ആദ്യം നിങ്ങൾ ഓർത്ത് വെക്കുക, നമ്മൾ എപ്പോഴും അലീൽ പെയറായിട്ട് ഓരോ ക്യാരക്ടേഴ്സ് വെച്ച് എഴുതുമ്പോൾ നമ്മൾ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ക്യാപിറ്റൽ ലെറ്ററിനെയാണ് നമ്മൾ മെയിൻലി ഡോമിനൻ്റ് ആയിട്ട് പറയുന്നത്. സ്മോൾ ലെറ്ററാണ് റെസസീവായിട്ട് പറയുന്നത്.
എന്താണ് ഡോമിനൻ്റ് അലീൽ അല്ലെങ്കിൽ എന്താണ് റെസസീവ് അലീൽ എന്ന് ചോദിച്ചാൽ അതിനൊരു ഡെഫിനേഷൻ എഴുതണമെങ്കിൽ ഡോമിനൻ്റ് അലീൽ എന്ന് പറയുന്നത് റെസസീവ് അലീലിൻ്റെ ഇഫക്റ്റിനെ മാസ്ക് ചെയ്യുക. അതായത് ഒരു ജനറേഷനിൽ ഇപ്പം ബ്ലൂ കളറാണ് കാണുന്നതെങ്കിൽ ആ ബ്ലൂ കളർ റെഡ് കളറിനെ ഡോമിനേറ്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഡോമിനേറ്റ് അലീൽ എന്ന് പറയുന്നത് റെസസീവ് അലീലിനെ മാസ്ക് ചെയ്യുക. അപ്പോൾ റെസസീവ് അലീൽ എന്തായിരിക്കും? ഒരു ഇൻഡിവിജ്വലിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധ്യതയില്ലാത്ത അലീൽ, അവിടെ ലോ പ്രോബബിലിറ്റി മാത്രമേ ഉള്ളൂ. ഡോമിനൻ്റ് ആയിരിക്കും എപ്പോഴും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളൊക്കെ വെച്ച് വരുന്ന സ്ലൈഡിൽ പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. ഇതാണ് എക്സാമ്പിൾ. ഡോമിനൻ്റ് അലീലിൻ്റെയും റെസസീവ് അലീലിൻ്റെയും ഹെട്രോസൈഗസും ഹോമോസൈഗസും എല്ലാം ഈ ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ഐ കളർ വെച്ചിട്ടാണ് ഐ കളറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ജീന്. ആ ജീനിൽ 2 അലീൽസ് ഉണ്ട്. ഏതൊക്കെയാ? ക്യാപിറ്റൽ ബി അലീലും ഉണ്ട്, സ്മോൾ ബി അലീലും ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും എപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്നത്. റെസസീവായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് എപ്പോഴും സ്മോൾ ലെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ മദർ നോക്കാം. മദറിൻ്റെ അകത്ത് എന്തുണ്ട്? ക്യാപിറ്റൽ ബി അലീലും ഉണ്ട്, സ്മോൾ ബി ഉണ്ട്. മദർ എന്ന് പറയുന്നത് ബ്ലൂ ഐയും ഉണ്ട്, ബ്ലൂ ഐക്ക് കാണുന്ന അലീലും ഉണ്ട്, റെഡ് ഐക്ക് അല്ലെങ്കിൽ ബ്രൗൺ ഐക്ക് കാണുന്ന അലീലും ഉണ്ട്. അതേപോലെ ഫാദറിലും ഉണ്ട് റെഡ് ഐക്ക് കാണുന്ന അലീലായിട്ടുള്ള ബിയും ബ്ലൂ ഐക്ക് കാണുന്ന സ്മോൾ ബിയും. അങ്ങനെ 2 അലീൽസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ കുട്ടികളിൽ കിട്ടാവുന്ന പോസിബിലിറ്റീസാണ് ആ ഒരു ബോക്സിൽ കൊടുത്തേക്കുന്നത്. കുട്ടിക്ക് എന്തൊക്കെ വരാം? ഒന്നുകിൽ ക്യാപിറ്റൽ ബി രണ്ടും ഡോമിനൻ്റ് അല്ലേ, അപ്പോൾ എപ്പോഴും എന്തായിരിക്കും? ബ്രൗൺ കളറായിരിക്കും. രണ്ടാമത്തത് ക്യാപിറ്റൽ ബി സ്മോൾ ബി ആണ്. അവിടെയും ക്യാപിറ്റൽ ബി ഉണ്ടെങ്കിൽ അതായിരിക്കും ഡോമിനേറ്റ് ചെയ്ത് എക്സ്പ്രസ് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ബ്രൗൺ ഐ ആയിട്ട് കാണുന്നത്. ഇനി മൂന്നാമത്തെ കളിയിലോ ക്യാപിറ്റൽ ബി സ്മോൾ ബി തന്നെ. അവിടെയും ക്യാപിറ്റൽ ലെറ്റർ, അതായത് ക്യാപിറ്റൽ ആയിട്ടുള്ള ഡോമിനൻ്റ് അലീലായിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്. ഏറ്റവും ലാസ്റ്റ് 4ാമത്തേതിൽ മാത്രമാണ് സ്മോൾ ബി വരുന്നത്. സ്മോൾ ബി വന്നാൽ മാത്രമേ നമ്മുടെ റെസസീവായിട്ടുള്ള ബ്ലൂ ഐ റെപ്രസെൻറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു സ്ക്വയറിൽ നിന്ന് ഇത്രയും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ ജനറേഷൻ ടു ജനറേഷൻ ഓരോ അലീൽസ് അല്ലെങ്കിൽ ജീൻസ് പാസ് ചെയ്യുമ്പം ഡോമിനൻ്റ് ആയിട്ടുള്ള അലീൽസ് മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ. ഇനി റെസസീവ് അലീൽ പ്രസൻ്റ് ആണെങ്കിൽ രണ്ടും ഹോമോസൈഗസ് ആകുന്ന കണ്ടീഷൻ, അതായത് 2 അലീലും സ്മോൾ ആകുന്ന കണ്ടീഷനിൽ മാത്രമേ ഒരു റെസസീവ് ക്യാരക്ടർ റെപ്രസെൻറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ഡോമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ബ്രൗൺ ഐ ആണ്. റെസസീവ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ബ്ലൂ ഐ. അതുകൊണ്ടാണ് ബ്ലൂ ഐനെ സ്മോൾ ബി കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ക്ലാസ്സിൽ. എന്താണ് അലീൽ എന്ന് ചോദിച്ചാൽ ജീനിലുള്ള ഒരു ആൾട്ടർനേറ്റീവ് പെയർ ആണെന്ന് പറയാം. അവ ഡിഫറെൻ്റ് ആയിട്ടും കാണുന്നുണ്ട്, സെയിം ആയിട്ടും കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു ലെറ്റർ ക്യാപിറ്റൽ ബി വെച്ചിട്ടാണെങ്കിൽ ക്യാപിറ്റൽ ബി അല്ലേ, സ്മോൾ ബി എന്ന് പറയുന്നത് ഹോമോസൈഗസ് ആയിട്ടുള്ള അലീലായിരിക്കും. അതിലൊന്ന് ഡോമിനൻറ്റും ഒന്ന് റെസസീവുമാണ്. ഓക്കെ, ക്യാപിറ്റൽ ബി ഡോമിനൻറ്റും സ്മോൾ ബി റെസസീവും ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.